റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തങ്ങൾ പള്ളിയിലിരുന്ന് സദസ്സിനോട് തഅലീം ചെയ്യുന്നു. ആ സദസ്സിലേക്ക് ഒരു ദൂതൻ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ സൈനബ് അയച്ചതാണ് റളിയല്ലാഹു അൻഹ. സൈനബ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, അവിടുത്തെ പ്രിയപ്പെട്ട പുത്രിയാണ്, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പുത്രി. സൈനബ് അയച്ചതാണ്. എന്താ കാര്യം? സൈനബിന്റെ രോഗിയായി കിടക്കുന്ന കുട്ടിക്ക് രോഗം കലശലായി, രോഗം കൂടുതലായി. ആ കുഞ്ഞ് മരണവേദന പോലെ വേദനിച്ച് പടയുന്നു. അതുകൊണ്ട് തങ്ങളോടൊന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈനബിനെയോ സൈനബിന്റെ പുത്രിയോ മാത്രം പോറ്റി സമൂഹത്തിന്റെ മുമ്പിൽ കുടുംബം പോറ്റിയവരല്ല. മറിച്ച് ഇരിക്കുന്ന നമുക്കൊക്കെ ലോകാവസാനം വരെയും ജീവിതത്തിൽ വ്യക്തവും ഉദാത്തവുമായ മാതൃക പകർന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ മാതാപിതാക്കളോടും മക്കളോടുമുള്ള ബന്ധത്തെയും ഒക്കെ നന്നായി വരച്ചു കാട്ടിയ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബക്കളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ കുടുംബാദികളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നല്ല, ഇരിക്കുന്ന നമ്മളെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ പറഞ്ഞു, നീ സൈനബിനോട് പോയി പറയുക, ലില്ലാഹി മാ അഅത വലില്ലാഹി മാ അഖദ. മോളെ സൈനബേ, അള്ളാഹു തന്നതും അവനാണ്. ഇനി അള്ളാഹു തിരിച്ചെടുത്താൽ മോളെ സൈനബേ, അതും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു തരുമ്പോൾ രണ്ട് കൈ നീട്ടി സന്തോഷത്തോടെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നു. ഇനി അള്ളാഹു അതിനെ തിരിച്ചെടുക്കുമ്പോൾ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പടച്ചവന്റെ വിധിയിൽ നമ്മൾ സഹിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുന്ദരമായ പാഠമാണ് ഓരോ ഉമ്മമാരെയും പഠിപ്പിച്ചത്, ഓരോ ഉപ്പമാരെയും പഠിപ്പിച്ചത്, നമ്മളെ പഠിപ്പിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുഃഖമില്ലാത്തത് കൊണ്ടാണോ, തങ്ങൾക്ക് വേദനയില്ലാത്തത് കൊണ്ടാണോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തങ്ങളുടെ തഅലീമ് തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു ദൂതൻ വന്നു, യാ റസൂലല്ലാഹ്, കുഞ്ഞിന് രോഗം കലശലായി, ഒന്ന് അങ്ങ് വരണമെന്ന് ആവശ്യപ്പെടുന്നു. നബി തങ്ങൾ എഴുന്നേറ്റു, തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ പോലെയുള്ള കുറെ സഹാബാക്കളും ഒപ്പം ചേർന്നു. തങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ പ്രിയപ്പെട്ട സൈനബിന്റെ പുത്രി വഫാത്തായി, മരണപ്പെട്ടു. നബി തങ്ങൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ ധാരധാരയായി കണ്ണുനീരൊഴുകി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സഹിച്ചു, ക്ഷമിച്ചു, സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾക്ക് അള്ളാഹു തന്നു, നമ്മളത് വാങ്ങി. നമ്മളിൽ നിന്നും അള്ളാഹു തിരിച്ചെടുത്തു, നമ്മളത് സഹിച്ചു, ക്ഷമിച്ചു. നമുക്ക് പ്രത്യേകിച്ച് ഒരധികാരവും ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, അള്ളാഹുവിന്റെ സന്നിധിയിൽ ഇത്തരം കൊച്ചു കിടാങ്ങളുടെ കുഞ്ഞ് ആത്മാവിനെയും പിടിച്ചുകൊണ്ട് ഒരു മലക്ക് അവന്റെ അരികിൽ എത്തുമ്പോൾ അള്ളാഹു ചോദിക്കും, അല്ല, നീ എവിടുന്നാ വരുന്നത്? ഞാൻ ഭൂമിയിൽ നിന്നാണ് വരുന്നത്. നീ എന്തും കൊണ്ടാണ് വന്നത്? ഞാനൊരു കുഞ്ഞിന്റെ റൂഹുമായിട്ടാണ് വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മലക്കിനോട് അള്ളാഹു ചോദിക്കും, അഖദത്തും, നീ അത് പിടിച്ചല്ലേ? അതെ, ഞാൻ പിടിച്ചു. നിന്റെ കൽപ്പന കൊണ്ടല്ലേ പിടിച്ചത്? ആഹാ, എന്റെ കരളിന്റെ കഷ്ണത്തെ നീ പറിച്ചെടുത്തുവല്ലേ? അതേ പടച്ചവനെ, നിന്റെ കൽപ്പന പ്രകാരം ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ എന്റെ അടിമ എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മലക്ക് മറുപടി പറയും, നിന്റെ അടിമ നിന്നെ അറിയുകയും നിന്നെ വിശ്വസിക്കുകയും ചെയ്തതിന്റെ പേരിൽ ആ അടിമ നിന്നെ സ്തുതിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഉമ്മയേക്കാൾ 70 ഇരട്ടിയിലധികം നമ്മളോട് സ്നേഹമുള്ളവനായ നമ്മളുടെ റബ്ബ്, അവൻ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ആത്മാവിനെ പിടിക്കുന്നത്. അവൻ നമ്മളെ നൊമ്പരപ്പെടുത്താൻ വേണ്ടിയല്ല നമുക്ക് രോഗം തരുന്നത്. അവൻ നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല നമുക്ക് പരീക്ഷണം തരുന്നത്. അള്ളാഹു പറയുകയാണ്, ആഹാ, എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണത്തെ നീ പറിച്ചെടുത്തു അല്ലേ? അതിലവൻ സഹിച്ചു, ക്ഷമിച്ചു. അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞു. എങ്കിൽ അതിന് പകരമായി സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്ക്. വസമ്മൂഹാ ബിബൈത്തുൽ ഹംദ്, അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്ക്. എല്ലാവരും അറിയട്ടെ, ഇത് സ്തുതിച്ചവന് വേണ്ടി അവന്റെ രക്ഷിതാവ് പണിതുയർത്തിയ ഭവനമാണ്, കൊട്ടാരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. ഈ ഹദീസ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, സദസ്സിനെ കേൾപ്പിക്കാനുള്ളതല്ല. സ്വന്തം മക്കൾക്കും സ്വന്തത്തിനും അങ്ങനെ ഒരു ദുഃഖമുണ്ടാകുമ്പോൾ അത് സഹിക്കാനായി ഇത്തരം വചനങ്ങൾ ഉപയോഗപ്പെടുത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ സൈനബ ബീവിക്ക് കൊടുത്തയച്ച തിരിച്ച സന്ദേശം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? മോളെ സൈനബേ,
നീ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക, അവന്റെ പ്രതിഫലത്തെ നീ അത്യാഗ്രഹിക്കുകയും ചെയ്യുക. അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക, അവന്റെ പ്രതിഫലത്തിൽ അത്യാഗ്രഹമുള്ളവളായി മാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം മകൻ മരണപ്പെട്ടു, ഇബ്രാഹിം അലൈഹിസ്സലാം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ആൺകുഞ്ഞുണ്ടാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. നമ്മൾ ആലോചിക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ, ഖുത്ബ എന്ന് പറഞ്ഞാൽ, ദീനിയായ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പ്രാപ്യമല്ലാത്ത ആകാശത്തിന് മീതെയും ഭൂമിക്ക് അടിയിലുമുള്ള സംഗതികളെ കുറിച്ചിട്ട് കടിച്ചാപ്പൊട്ടാത്ത സാഹിത്യ വാക്കുകളിൽ പറയലല്ല. നമ്മളുടെ മനസ്സിനെ പിടിച്ചു കൊലുക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെയും കുടുംബ സാഹചര്യങ്ങളിലൂടെയും അതിലൊക്കെ പടച്ചവനെയും അവന്റെ നിയമങ്ങളെയും പഠിച്ചുകൊണ്ട് നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള പ്രേരണകളാണ് പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങളും വചനങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഒരാൺകുഞ്ഞുണ്ടാകണമെന്ന് അത്യാഗ്രഹമുണ്ടായി. ഒരാൺകുഞ്ഞുണ്ടാകണം. അതിന്റെ പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ഒരു ബാപ്പയ്ക്ക് സാധാരണ ഉണ്ടാകുന്നത് പോലത്തെ ആശ മാത്രമല്ല, ഖുറൈശികൾ, കുഫാറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഗതിയാണ് തങ്ങൾക്ക് പരമ്പരയില്ല, പാരമ്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയായിരുന്നാലും നബി തങ്ങൾക്ക് ഒരു ആൺകുഞ്ഞുണ്ടാകണമെന്നുള്ള അത്യാഗ്രഹമുണ്ടായി. തങ്ങൾക്ക് ആൺകുഞ്ഞ് പിറന്നു. പക്ഷെ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അതിന്റെ പിന്നിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ഹിക്മത്ത് എന്താന്ന് നമുക്കറിയില്ലല്ലോ. അള്ളാഹു വെച്ചിരിക്കുന്ന ഹിക്മത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അവൻ ഇബ്രാഹിം എന്ന പ്രിയപ്പെട്ട സന്തതിയെ തിരിച്ചു വിളിച്ചു. ഇബ്രാഹിം എന്ന മഹാനായ കുഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലിരുന്നു കൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന, തങ്ങളുടെ ഖൽബ് പടയുന്ന, ഇന്നൽ ഖൽബ ഇന്നൽ ഐന ലതദ്മഅ വൽ ഖൽബു യഹ്സുൻ വഇന്നാ ബിഫറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വചനമാണ്. എന്റെ ഖൽബ് ആരും കാണുന്നില്ലെങ്കിലും കേൾക്കുന്നില്ലെങ്കിലും അതിങ്ങനെ പടപടാന്ന് പടയ്ക്കുന്നുണ്ട്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ ഖൽബിന്റെ പ്രകടനം എന്ന നിലയിൽ വഇന്നൽ ഐന ലതദ്മഅ, കണ്ണുകൾ നീരൊഴുക്കുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കുഞ്ഞിനെ, കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇബ്രാഹിം വഇന്നാ ബിഫറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഞങ്ങളെ വിട്ടുപോകുന്ന പൊന്നുമോനെ, നീ പോകുന്നത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. വഇന്നാ ബിഫറാഖിക ലമഹ്സൂനൂൻ, ഞങ്ങൾക്ക് വലിയ ദുഃഖമാണ്, വലിയ വേദനയാണ്, എന്റെ കുഞ്ഞെന്നെ വിട്ടിട്ട് പോവുകയാണ്. പക്ഷേ എന്റെ പടച്ചവർ ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പോലും ഞാൻ എന്റെ നാവ് കൊണ്ട് പറയൂല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച അധ്യായം അതാണ് പ്രിയപ്പെട്ടവർ. എന്റെ ഖൽബ് പടയുന്നത് ശരിയാണ്, എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ശരിയാണ്. പക്ഷെ മോനെ ഇബ്രാഹിം, എന്റെ നാവിൽ നിന്നും എന്റെ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പോലും ഞാൻ മൊഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോൾ സഹാബാക്കളിൽ ചിലർ പിന്നിൽ നിന്നും, യാ റസൂലല്ലാഹ്, അങ്ങ് കരയുകയാണോ? അങ്ങ് കരയുകയാണോ? അങ്ങ് കരയുകയാണോ? അങ്ങല്ലേ കരയരുതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബാക്കളെ, ഇത് കരച്ചിലല്ല, ഇത് റഹ്മാണ്, ഇത് റഹ്മാണ്, ഇത് കാരുണ്യമാണ്. അത് കണ്ണിലൂടെ വടിഞ്ഞൊഴുകുകയാണ്. നബി തങ്ങൾ ആ സമയത്തും സഹാബത്തിനെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. സഹാബാക്കളെ, ഈ കണ്ണുനീരിലൂടെ പടച്ചവൻ ആരെയും ശിക്ഷിക്കുകയില്ല. ഇതിലൂടെ അള്ളാഹു ശിക്ഷിക്കുന്നതാണ്. നാവിനെ പിടിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഈ കണ്ണുനീരിന്റെ പേരിൽ ആരെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല. അത് ഒരു വാപ്പ എന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് എന്റെ മടിയിൽ നിന്നും പടച്ചവങ്കിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ താങ്ങാൻ കഴിയാത്ത നിലയിൽ എന്റെ കണ്ണിൽ നിന്നും ഇറ്റു വീഴുന്ന കണ്ണുനീരാണ്. അതിന്റെ പേരിൽ അള്ളാഹു ആരെയും ശിക്ഷിക്കുകയില്ല. എന്നാൽ ഇതിന്റെ പേരിൽ ശിക്ഷിക്കും. ഈ നാവിന്റെ പേരിൽ, ഈ നാവിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രയോഗം പടച്ചവർ ഇഷ്ടപ്പെടാത്തതായിട്ട് വന്നാൽ, പടപ്പുകൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് വന്നാൽ, ഈ നാവിൽ നിന്നും മുതിർന്നു വീഴുന്ന വാക്കിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു തആല മരണപ്പെട്ടു പോയ നമ്മുടെ മക്കളുടെ പേരിൽ പരലോകത്ത് തരാൻ പോകുന്ന പ്രതിഫലം എത്ര വലുതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ ഇന്ന് കണ്ട ആ സഹോദരിയെയും സഹോദരനെയും അവർക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് അവർക്കായി ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ പറയാം. ദുഃഖമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, പരലോകത്ത് പടച്ചവൻ നിങ്ങളെ കാത്തു നിൽക്കുന്ന സ്വർഗവാസികളായ 2 മക്കളെ മുൻകൂട്ടി വിളിച്ച് സ്വീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്ന കാഴ്ച കണ്ണിൽ കാണുമ്പോൾ നമുക്കൊരിക്കലും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകണം. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ വീട്ടിന്റെ മുന്നിൽ പൂന്തോട്ടം ഉണ്ടാക്കാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ വല്ലാതെ മെനക്കെടുകയും പണം ചെലവാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ആറ്റുനോറ്റ് പോറ്റു വളർത്തിയ ചെടിയിൽ ഒരു പൂവ് വിടർന്നാൽ ആ വിടർന്ന പൂവിനെ പരിസരത്തുള്ള ഏതെങ്കിലും കുട്ടികളോ മറ്റോ വന്ന് പറിച്ചു പോകുന്നതിൽ നമുക്ക് ദുഃഖം ഉണ്ടാവും.
വിഷമം ഉണ്ടാവും. അങ്ങനെങ്ങാനും ആരെങ്കിലും പറിച്ചാൽ നമ്മൾ അവരോട് യുദ്ധം പ്രഖ്യാപിക്കും. നമ്മൾ ആറ്റുനോറ്റ് പോറ്റി വളർത്തുകയാണ് ഈ പൂവ്. പക്ഷെ അതിൽ നിന്നും ചില പൂക്കൾ നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടപ്പോൾ അത് ആരും കവർന്നെടുക്കരുത് എന്ന ആഗ്രഹത്തിന്റെ പേരിൽ നമ്മൾ ആ പൂവ് പറിച്ചെടുക്കുന്നു. നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ മേശപ്പുറത്ത് വെക്കുന്നു, ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കട്ടിലിൽ വെക്കുന്നു. ഇതുപോലെ ഭൂമി ലോകത്ത് പടച്ചവൻ അവന്റെ അടിയാറുകളിൽ നമ്മളെപ്പോലത്തെ കുറെ ആളുകളെ പോറ്റുകയാണ്, വളർത്തുകയാണ്, സംരക്ഷിക്കുകയാണ്. അതിലാർക്കും ഒരു ഉപദ്രവവും വരുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ആർക്കും ഒരു തളർച്ച വരുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. പക്ഷേ അള്ളാഹു തആല അവനിഷ്ടപ്പെട്ട ചില പുഷ്പങ്ങൾ അവന്റെ ഇഷ്ടാനുസരണം പറിച്ചെടുത്ത് നേരത്തെ അവിടെ കൊണ്ടുപോയി തയ്യാറാക്കി വെക്കുന്നതിൽ നമുക്ക് പരാതിയൊന്നും പറയാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു